സിമ്പിൾ മല തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അനിയത്തിയുടെ കല്യാണമാണെന്നും അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനതൊരു ഷോർട്ട് വീഡിയോ മാത്രമാക്കി ഇട്ടാൽ മതി എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഈ രീതിയിൽ വീഡിയോ എടുത്തത്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് വീഡിയോ ഉണ്ട്, ക്ലിപ്പുകളൊക്കെ ഉണ്ട്, പിന്നെ എന്തിനു നമ്മളിത് വെറുതെ കളയുന്നേ എന്ന് വിചാരിച്ച് ഞാൻ ഓർത്തു വന്നാൽ പിന്നെ അതൊരു ലോങ് വീഡിയോ കൂടെ ആക്കിയേക്കാമെന്ന്. അങ്ങനെ ഞാൻ ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വീട് കല്യാണമൊക്കെ ആയിട്ട് ഒന്ന് മിനുക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ വീട് ഫുൾ പെയിൻ്റ് അടിക്കുന്നൊന്നുമില്ല, കുറച്ചിങ്ങനെയൊക്കെ ഗേറ്റ്, മതിൽ, പിന്നെ ഈ ഷെയ്ഡൊക്കെ ഈ മഴയും മഞ്ഞും എല്ലാം കൊണ്ട്, മഞ്ഞല്ലല്ലോ വെയിലും എല്ലാം കൊണ്ട് ഇങ്ങനെ കറയായിരുന്നു, കറയല്ല എന്തൊരു പറയുന്നത്, പായലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാനായിരുന്നു. അപ്പോൾ കുറച്ച് പെയിൻ്റൊക്കെ മേടിച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട് സിറ്റ് ഔട്ടിൽ. അപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മളിവിടെയൊക്കെ കഴുകുമല്ലോ, ഈ പായലൊക്കെ കളഞ്ഞിട്ടാണല്ലോ പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ ആ പരിപാടിയാണ് നടക്കുന്നത്. ഇതാണ് കല്യാണപ്പെണ്ണ് ഭയങ്കര പണിയില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ ഇതിൻ്റെ മുകളിലെല്ലാം ചെടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ചെടിയൊക്കെ എടുത്ത് താഴെ വെച്ച് കഴുകാൻ നേരത്ത് അങ്ങനെ ഒത്തിരി ചെടികളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം കുറേയും പോയി, ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഇനിയിപ്പോൾ നടണം അങ്ങനെ. അപ്പോൾ ഇവനാണെങ്കിൽ ഇന്ന് ഭയങ്കര പിപ്പിരിയാണ്, കാരണം അവനിന്ന് മുഴുവൻ ഇവിടെ പണിയായതുകൊണ്ട് കൂട്ടിലായിരുന്നല്ലോ. അപ്പോൾ പുള്ളിക്ക് അങ്ങോട്ട് അത്രയും നേരം പിടിച്ചിട്ടതിൻ്റെയാണ് അവസരം കിട്ടിയപ്പോൾ, പുറത്ത് ചാടാൻ അവസരം കിട്ടിയപ്പോൾ അവനങ്ങ് ആറാടുകയാണ്. ഈ അംഗൻവാടിയിൽ നിന്നൊക്കെ പിള്ളേരെ വിടുമ്പോൾ അവർ തുള്ളിച്ചാടി വരത്തില്ല, അതുപോലെയായിരുന്നു അവൻ കൂട്ടിൽ നിന്ന് ചാടി ഇറങ്ങി. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. എനിക്ക് രാവിലെ എടുക്കാൻ പറ്റിയില്ല, തിരക്കായിപ്പോയതുകൊണ്ട് രാവിലെ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തുമില്ല, തിരക്കുമായിരുന്നു, സമയം കിട്ടിയില്ല. പിന്നെ രാത്രിയിൽ ജോലിയെല്ലാം കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെറുതെ സിറ്റ് ഔട്ടിലിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. അങ്ങനെ രാത്രിയിൽ ഇതെടുത്തു. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ ക്ലബ് ചെയ്തിട്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ ചെടി എന്നൊക്കെ പറയുന്നത് ഇന്നലെ പപ്പ നമ്മൾ എവിടെയും കല്യാണം പോയി വിളിച്ചില്ല, അതിനുള്ള സമയമോ സാഹചര്യമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് എല്ലാവരെയും ഫോണിൽ കൂടെ ആയിരുന്നു വിളിച്ചത്. അപ്പം വീടിനടുത്തുള്ളവരെ മാത്രം പോയി വിളിച്ചു. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചെടി കിട്ടി. ഒരച്ചാച്ചൻ തന്നതായി ഇത് റെഡ് പാമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചെടികളെക്കുറിച്ച് വലിയ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ചെടികളെക്കുറിച്ച് ഏത് ചെടിയെക്കുറിച്ച് ചോദിച്ചാലും അറിയാവുന്ന ഒരാളാണ് ദാണ്ട് ഈ നിൽക്കുന്നത്. ഏത് ചെടി പറഞ്ഞാലും അതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ വരെ അവൾ പറഞ്ഞു കേൾപ്പിക്കും, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ചെടികളെന്ന് പറയുന്നത്. എവിടെ നിന്ന് കിട്ടിയാലും എടുത്തുകൊണ്ട് വരികയും ചെയ്യും അങ്ങനെ. അപ്പോൾ ഇതെല്ലാം ആ അച്ചാച്ചൻ കൊടുത്തതാണ്. അപ്പോൾ റെഡ് പാം പപ്പ നട്ടു വെച്ചോളാന്ന് പറഞ്ഞു, ഞങ്ങൾ നടണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ രാത്രിയിൽ ഒരു ബക്കറ്റിനകത്തൊക്കെ ഇറക്കി അവിടെ വെച്ചു. പിന്നെ നടാൻ പറ്റുന്നത് ചെറുതൊക്കെ ഞങ്ങൾ നട്ടു വെച്ചു. ഇനി ഇവൻ തിന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇവനെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ ആ സന്തോഷത്തിൽ അവിടെ കിടന്നൊരു പരിപ്പ് വടയാണ്. പരിപ്പ് വടയുടെ കുറച്ചൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. പരിപ്പ് വട, പിന്നെ പപ്സ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആശാന്. ഫസ്റ്റ് ഇൻ പീസ്, താങ്ക് യു. ഇതിൻ്റെ ശവദാഹം നടത്താം. അപ്പം ഇന്ന് മൊത്തത്തിൽ പിപ്പിരിയായിരുന്നു, കൂട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ആ സന്തോഷവും. പക്ഷെ അലമ്പും ബഹളവും ഒന്നുമില്ല. ചില സമയത്ത് ഓർക്കും കൊടു ഇതിലും എത്രയോ ഭേദമാണ്. പാവം അത് നിൽക്കുന്നുണ്ട്, അവനങ്ങോട്ട് കയറാൻ അറിയത്തില്ല, അതുകൊണ്ട് അവനവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ചാടി കയറിയാനെ. ഈ ഒരു ചെടിച്ചട്ടി കണ്ടോ, ഇത് ഇന്ന് പപ്പായും കുഞ്ഞും പോയപ്പോൾ വാങ്ങിച്ചതാണ്. എന്തോ 127 രൂപ എന്തോ ഉള്ളായിരുന്നു. നല്ല ചെടിച്ചട്ടിയായിരുന്നു പച്ച. ഈ മഞ്ഞ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചത്. അപ്പം ഈ പച്ചക്കകത്ത് സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്, ഇനി മറ്റതിനകത്ത് എന്തെങ്കിലും ചെടി വെക്കണം. ആ സ്റ്റെയറിൻ്റെ മുകളിലിരിക്കുന്ന ബ്രൗൺ ഉണ്ടല്ലോ, അതും ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചതാണ്. എൻ്റെ ചെടിക്ക് പുതിയ കുഞ്ഞുണ്ടായി ഗായ്സ്. എൻ്റെ ചെടി ഇത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു വെച്ച ചെടിയായിരുന്നേ. ഇതിനകത്ത് പുതിയ ഈ പച്ച കണ്ട ഇളം തണ്ട്, അത് പുതിയതായിട്ട് ഇപ്പോൾ ഉണ്ടായി വന്നതാണ്.
നല്ല ഭംഗിയാതിരിക്കുന്ന കാണാം. ഇതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ തെങ്ങാണോ എന്തോ പാമാന്ന് തോന്നുന്നു. അത് മുകളിൽ സ്റ്റെയറിലിരുന്ന അത് ഞങ്ങളിപ്പോൾ താഴോട്ട് വെച്ചിട്ട് ഇവിടെ ഇരുന്ന് ഒരെണ്ണം എടുത്ത് സ്റ്റെയറിൽ വെച്ചിട്ടുണ്ട്. അങ്ങനായിരുന്നു അത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റി. പിന്നെ ഇത് പണിയൊക്കെ കഴിഞ്ഞിട്ട് ആച്ചാച്ചന്മാർ ഇവിടെ എല്ലാം കൂടെ വെച്ചിട്ട് പോയതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൊണ്ടുവന്ന ചെടി നടാൻ പറ്റിയില്ല ആ പാമൊക്കെ. അപ്പം അതിപ്പോൾ തൽക്കാലത്തേക്ക് വെള്ളത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ നടണം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ ചേച്ചിയും കൂടെ വിളിച്ചിട്ട്, ചേച്ചി നാട്ടിലില്ല, ഹൈദരാബാദിലാണ്. ചേച്ചിയുടെ ഒരു എക്സാം നടക്കുകയാണ് MEdൻ്റെ. അപ്പം അത് എഴുതാൻ പോയേക്കും. അപ്പോൾ ചേച്ചി ഇന്ന് രാത്രിയിലാണ് വിളിച്ചത്. അപ്പോൾ ചേച്ചി രാത്രിയിലൊക്കെ വിളിച്ചിട്ട് അന്നത്തെ ദിവസം കലാശ്.